മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ ഡോക്ടർ ഡി ബാബു പോളിന് കേരളത്തിന്റെ അന്ത്യാഞ്ജലി. തിരുവനന്തപുരം സെന്റ് പീറ്റർ യാക്കോബായ പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം മൃതദേഹം കവടിയാറിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചു. നാളെ വൈകുന്നേരം 4 മണിക്ക് എറണാകുളം കറുപ്പുംപടിയിലെ സെന്റ് മേരീസ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്നു പുലർച്ചെ അന്തരിച്ച ബാബു പോളിന്റെ ഭൗതികദേഹം രാവിലെയാണ് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. ഹൃദയാഘാതത്തെ തുടർന്ന് 2 ദിവസമായി ചികിത്സയിലായിരുന്നു. സെക്രട്ടേറിയറ്റിന് സമീപത്തെ സെന്റ് പീറ്റർ യാക്കോബ പള്ളിയിൽ കൊണ്ടുവന്ന് ആദ്യ അന്ത്യശുശ്രൂഷ നൽകി. കർദിനാൾ മാർ ബസേലിയൂസ് ക്ലീമിസ് ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് അന്തിമോപചാരം അർപ്പിച്ചത്. ഒരു സർവ്വവിജ്ഞാനകോശമായിരുന്നു പറയാൻ പഠിക്കേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ച് വിവിധ വിഷയങ്ങളിലെ എല്ലാ അജ്ഞത തീർക്കാൻ അറിവില്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് സാറിനോട് ഒരു ടെലിഫോൺ കോൾ മതിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇപ്പോൾ സാറ് നഷ്ടപ്പെടുമ്പോൾ ആ ഒരു വലിയ അവസരമാണ് എനിക്ക് നഷ്ടപ്പെടുന്നത് ഞാൻ കാണുകയാണ്. കേരളം കണ്ട മികച്ച ബ്യൂറോക്രാറ്റും എഴുത്തുകാരനുമായിരുന്ന അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എത്തി. കവടിയാറിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം നാളെ രാവിലെ 7 മണിക്ക് എറണാകുളത്തേക്ക് കൊണ്ടുപോകും. കുറുപ്പുംപടിയിലെ സെന്റ് മേരീസ് പള്ളിയിലാണ് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കുക. മീഡിയ 1 തിരുവനന്തപുരം.